अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिना सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। आज जमात अहमदिया के लिए इंतहाई खुशी और बरकत का दिन है, जिसमें ഇന്ന് അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാണ്. तकरीबन 123 साल पहले ഇതിൽ ജുമായുടെ ബർക്കത്തുകൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്നേക്ക് 123 വർഷം മുമ്പ് एक अजीम पेशगोई पूरी हुई। इसी तरह हजरत सल्लल्लाहु अलैहि वसल्लम की पेशगोई ഇസ്ലാമിന്റെ പുനർജനനത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആന്റെ ഒരു മഹത്തായ പ്രവചനം പുലരുകയുണ്ടായി. और मसीह माऊद ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച രീതിയിൽ പൂർത്തിയാവുകയും ചെയ്തു. വാഗ്ദത്ത മഹ്ദിയുടെയും മസീഹിന്റെയും ആഗമനം ഉണ്ടാവുകയും ചെയ്തു. जमात का क़याम अमल में आया। ബൈഅത്തിന്റെ തുടക്കത്തിലൂടെ മുമ്പുള്ളവരുമായി ആഖിരീങ്ങൾ കൂടിച്ചേരുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്തു. जो इससे फैज़ पाने वाले हैं। बस നാമും को जो ഈ അനുഗ്രഹം കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ बैत का दावेदार ഉൾപ്പെടുകയും ചെയ്തു. इस बात को अच्छी तरह ज़हन नशीन करना അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബൈഅത്ത് ചെയ്ത हम पर बहुत बड़ी जिम्मेदारी डाल ഓരോ അഹ്മദിയും തന്നെ ശരിയായ രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ പ്രവേശിക്കുക എന്നത് നമ്മിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് അർപ്പിക്കുന്നത്. आपके मानने वालों पर भी ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന തുടങ്ങിയ ഇസ്ലാമിന്റെ പുനർജനനത്തിനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിൽ पाते रहें जो ഒരു വിപ്ലവം സംജാതമാക്കാൻ പ്രേരണ നൽകുന്നു. बस हर साल എന്നാൽ മാത്രമേ 23 मार्च ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ നാമും कि आज हमने അവകാശികളായി തീരുകയുള്ളൂ. मनाना है। ഓരോ വർഷവും മാർച്ച് 23 വരുമ്പോൾ अल्हम्दुलिल्लाह ഞങ്ങൾക്ക് इന്ന് മസീഹ് മൗദ് ദിനം ആചരിക്കാൻ സാധിച്ചു എന്ന കാര്യത്തിലോ जमात के आगाज की तारीख और हज़रत मसीह मौऊद अलैहिस्सलाम അൽഹംദുലില്ലാ ഞങ്ങൾ ഈ ജമാഅത്തിൽ ചേർന്നിരിക്കുന്നു എന്ന കാര്യത്തിലോ ജമാഅത്തിന്റെ പ്രാരംഭ ദിവസത്തെക്കുറിച്ചും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ ഓരോ അഹമ്മദിയും സന്തോഷിച്ചാൽ പോരാ. അതല്ലെങ്കിൽ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരിക്കുന്നു എന്നത് മാത്രം മതിയാകുന്നതല്ല. आज हमारे जायजे മറിച്ച്
നാം ചെയ്ത ബൈഅത്തിന്റെ കടമകൾ എത്രമാത്രം तकाज़ों के जायजे लेने का दिन നിറവേറ്റി എന്നാണ് നാം നോക്കേണ്ടത്. बैत पर ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മപരിശോധനയുടെ ദിനം കൂടിയാണ്. अपने अहद की तजदीद ബൈഅത്തിന്റെ കടമകൾ നിറവേറ്റിയോ എന്ന ആത്മപരിശോധനയുടെ ദിനമാണിന്ന്. कोशिश के लिए ബൈഅത്തിന്റെ നിബന്ധനകളെക്കുറിച്ച് ചിന്തിക്കേണ്ട ദിനമാണിത്. നമ്മുടെ പ്രതിജ്ഞ പുതുക്കേണ്ട ദിനം കൂടിയാണിന്ന്. सल्लल्लाहु अलैहि वसल्लम के साथ ബൈഅത്തിന്റെ നിബന്ധനകൾ നടപ്പിലാക്കുമെന്ന് के पूरा होने पर ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട ദിനമാണിന്ന്. अल्लाह ताला की बेशुमार തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം खुदा सल्लल्लाहु अलैहि वसल्लम पर हजारों लाखों दुरूद और सलाम भेजने का दिन है। बस इस अहमियत को പൂർത്തിയായ ദിനമായ ഇന്ന് അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ കൂടുതലായി ഇന്ന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പ്രിയദാസൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ സലാത്തും സലാമും അയക്കേണ്ട സുദിനം കൂടിയാണ്. चीज की याद यहाँ അതുകൊണ്ട് ഈ പ്രാധാന്യത്തെ എപ്പോഴും നാം മുന്നിൽ വെക്കേണ്ടതാണ്. आज फिर आपके सामने ഈ പ്രാധാന്യം शरायत बैत ബൈഅത്തിന്റെ ഷർത്തുകളെക്കുറിച്ച് तो इस्लाम के अल्फाज में പര്യാലോചന നടത്തുകയും इन शरायत की रोशनी में हमसे उसकी कुछ वजाहत पेश करूंगा। അത് പ്രാവർത്തികമാക്കുന്നതുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. करने वाला ഇതിനെ ഓർമ്മപ്പെടുത്തുന്നതിനായി ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ബയ്യത്തിന്റെ നിബന്ധനകളും करता है ഈ നിബന്ധനകളിലൂടെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വിവരിക്കുന്നതാണ്. कि आइंदा उस ബയ്യത്തിന്റെ ഒന്നാമത്തെ നിബന്ധന वक्त हो शिर्क से അഥവാ അഹമ്മദീയത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി ആദ്യമായി ഏറ്റുപറയുന്നത് ഇതാണ്: हज़रत मसीह मौद अलैहिस्सलातु वस्सलाम ബയ്യത്ത് ചെയ്യുന്ന വ്യക്തി ഹൃദയാത്മന ഇങ്ങനെ പ്രതിജ്ഞ എടുക്കേണ്ടതാണ്: ഇന്നു മുതൽ ഖബറിൽ പ്രവേശിക്കുന്നത് വരെ ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ്, ശിർക്കിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുന്നതാണ്. बुत जमा हो ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം किसी പറയുന്നു, നാവുകൊണ്ട് വെറും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് अमीर को പറയുകയും इसी अजमत देता है മനസ്സിൽ ആയിരക്കണക്കിന് ബിംബങ്ങളെ കുടിയിരുത്തുകയും जो खुदा ചെയ്യുന്നതിന്റെ പേരല്ല തൗഹീദ്, या अपने नफ्स को वो अजमत देता है അതായത് ഏകദൈവ വിശ്വാസം. देनी चाहिए। इन सब തന്റെ ജോലിക്കും തന്ത്രത്തിനും കാപട്യത്തിനും ഉപായത്തിനും ദൈവത്തിന് കൊടുക്കുന്നത് പോലുള്ള മഹത്വം കൊടുക്കുകയും അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും മനുഷ്യനിൽ വിശ്വാസമർപ്പിക്കുകയോ से बना അള്ളാഹുവിന് കൊടുക്കേണ്ട രീതിയിൽ സ്വയം തനിക്ക് മഹത്വം കൽപ്പിക്കുകയോ ചെയ്താൽ അത് അള്ളാഹുവിന്റെ പക്കൽ ബിംബാരാധനയാണ്. या फेल कोई बात സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ जिसको പിച്ചള കൊണ്ടോ കല്ലുകൊണ്ടോ നിർമ്മിക്കപ്പെടുകയും എന്നിട്ട് അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ബിംബങ്ങൾ. बुत है ദൈവത്തിന് അവകാശപ്പെട്ട മഹത്വം തന്റെ കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും എന്തിനൊക്കെ നൽകുന്നുണ്ടോ അതെല്ലാം से नजात वाबस्ता है। ये है ദൈവദൃഷ്ടിയിൽ को ബിംബമാണ്. हर एक शरीक से खा बुत हो ഏതൊരു इंसान हो യഥാർത്ഥ തൗഹീദിന്റെ പ്രതിജ്ഞയാണോ चांद हो അള്ളാഹു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഏതൊരു പ്രതിജ്ഞയുമായിട്ടാണോ മോക്ഷം ബന്ധപ്പെട്ടിരിക്കുന്നത് അതിതാകുന്നു. मुनज़्ज़ा समझना അതായത് അള്ളാഹുവിനെ അവന്റെ സത്തയിൽ എല്ലാ പങ്കാളികളിൽ നിന്നും അത് ബിംബമാകട്ടെ, മനുഷ്യനാകട്ടെ, സൂര്യനോ ചന്ദ്രനോ ആകട്ടെ, यानी സ്വന്തം ശരീരേച്ഛയാകട്ടെ, करना जो इज्जत देने वाला സ്വന്തം ഉപായമാകട്ടെ, खुदा ताला ही इज्जत തന്ത്രമാകട്ടെ, കാപട്യമാകട്ടെ അതീതമായി മനസ്സിലാക്കുക. അവനെതിരിൽ ആരെയും സർവശക്തനായി കരുതാതിരിക്കുക, ഉപജീവനം നൽകുന്നവനായി അംഗീകരിക്കാതിരിക്കുക, ആദരിക്കുന്നവനും നിന്ദിക്കുന്നവനും ആരെങ്കിലും ഉണ്ടെന്ന് കരുതാതിരിക്കുക. अपनी उम्मीदें എല്ലാ ആദരവും നൽകുന്നവൻ അള്ളാഹു ആണെന്ന് കരുതുക. ആരെയും സഹായിയായി അംഗീകരിക്കാതിരിക്കുക. മറ്റൊന്ന് സ്വസ്നേഹം അവനുമായി മാത്രം പ്രത്യേകപ്പെടുത്തുക എന്നതാണ്. इन तीन किस्म की तखसीस തന്റെ ആരാധന അവന് മാത്രം ആക്കി മാറ്റുക, तीन किस्म की खास വണക്കം അവന് മാത്രമാക്കി മാറ്റുക, അവനിൽ നിന്നും എല്ലാം പ്രതീക്ഷിക്കുക, അവനെ മാത്രം ഭയപ്പെടുക. के वजूद के मुकाबले पर तमाम मौजूदात को ഈ മൂന്ന് തരത്തിലുള്ള പ്രത്യേകപ്പെടുത്തലുകൾ കൂടാതെ ഒരു തൗഹീദും പൂർണ്ണമാവുകയില്ല. മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാമാണ് പറയുന്നു. ഒന്നാമത്തേത് സത്തയുടെ അടിസ്ഥാനത്തിലുള്ള തൗഹീദ്, അതായത് അവനെതിരിൽ മറ്റുള്ളതെല്ലാം ഒന്നുമല്ല എന്ന നിലയിൽ മനസ്സിലാക്കുക. ताला के मुकाबले में सब झूठ है। മറ്റുള്ളതെല്ലാം നശിക്കുന്നതും വ്യർത്ഥവുമായിട്ട് ആണെന്ന് കരുതുക. कि रुबूबियत
എല്ലാം നശിച്ചൊടുങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കുക. इसी में करा दी जाए कि रब सिर्फ हमारा खुदा है, वही हमारा पालने वाला है और वही है അള്ളാഹുവിന് പകരം എല്ലാം തന്നെ കളവാണ്, വഞ്ചനയാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് വിശേഷ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തൗഹീദാണ്. അതായത് പരിപാലനത്തിന്റെയും ദൈവത്വത്തിന്റെയും വിശേഷ ഗുണങ്ങൾ സ്രഷ്ടാവിനല്ലാതെ മറ്റാർക്കും കൊടുക്കാതിരിക്കുക. फायदा उठाते हैं ബാഹ്യമായി കാണുന്ന വിവിധ ഇനം इसी के हाथ का एक निजाम यकीन करना, ये सब लोग भी जिनसे भी फायदा പരിപാലനങ്ങളും ये अल्लाह ताला ലഭ്യമാകുന്ന സമൃദ്ധികളും के निजाम का एक അവന്റെ തന്നെ കൈകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതിയാണെന്ന് ദൃഢമായി വിശ്വസിക്കുക. ബാഹ്യമായി നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നും ഫലമെടുക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ദൈവത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോകത്ത് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും തന്നെ അള്ളാഹു മുഖേനയാണ് നമുക്ക് ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് സ്വസ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും പരിശുദ്ധിയുടെയും അടിസ്ഥാനത്തിലുള്ള തൗഹീദ്. नजरी और हर एक फिस्को फजूल और जुल्म और खयानत സ്നേഹം തുടങ്ങിയിട്ടുള്ള ദാസത്വത്തിന്റെ ചിഹ്നങ്ങളിൽ മറ്റുള്ളവരെ അള്ളാഹുവിനോട് പങ്കുചേർക്കാതിരിക്കുക, അവനിൽ തന്നെ വിലയം ചെയ്യുക. उनका പയ്യത്തിന്റെ രണ്ടാമത്തെ നിബന്ധന ഇതാണ്: ऐसा ही जज्बा पेश आवे കളവ്, വ്യഭിചാരം, ദുർനോട്ടം, എല്ലാവിധത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ, ചതി, പരദ്രോഹം, വിശ്വാസവഞ്ചന, സമാധാന ഭംഗമുണ്ടാക്കൽ, രാജ്യദ്രോഹം തുടങ്ങിയ മാർഗങ്ങളിൽ നിന്നും ദൂരപ്പെട്ടിരിക്കുന്നതും എന്തു തന്നെ വികാരാവേശങ്ങൾ വന്നാലും ശരീരേച്ഛകൾക്ക് അടിപ്പെട്ടു പോകാതിരിക്കുന്നതുമാണ്. रास्त को नहीं ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, सिर्फ ऐसी बातों में सच बोले जिनमें उसका സത്യനിഷ്ഠയ്ക്ക് ഭംഗം വരുത്തുന്ന और अपनी इज्जत या സ്വാർത്ഥപരമായ ഉദ്ദേശങ്ങളിൽ നിന്ന് വേർപെടാതിരിക്കുന്ന കാലത്തോളം മനുഷ്യനു യഥാർത്ഥത്തിൽ സത്യസന്ധനായി തീരുവാൻ സാധ്യമല്ല. इसको दीवानों और बच्चों को അവൻ തനിക്ക് ദോഷം വരാത്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം പറയുകയും कि जो बगैर किसी तहरीक के തന്റെ അഭിമാനത്തിനോ മുതലിനോ ജീവനോ ഹാനി വരുമെന്ന് കാണുന്ന ഘട്ടങ്ങളിൽ കള്ളം പറയുകയോ സത്യം പറയാതെ മൗനം ദീക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവനു കേവലം ശിശുവിനേക്കാളും ഭ്രാന്തനേക്കാളും ഒരു മേന്മയുമില്ല. बोलने का बड़ा बहारी माहौल ബാഹ്യമായ ഒരു പ്രേരണയും കൂടാതെ വെറുതെ കളവ് പറയുന്നവരായി നാം ആരെയും കാണുകയില്ല. का अंदेशा എന്നാൽ ആപത്തു നേരിടുമെന്ന് കാണുന്ന ഘട്ടത്തിൽ സത്യനിഷ്ഠയെ ഉപേക്ഷിക്കുകയെന്നത് യഥാർത്ഥ സൽസ്വഭാവത്തിന് കേവലം വിരുദ്ധമാകുന്നു. സ്വന്തം ജീവനോ സമ്പത്തോ അഭിമാനമോ സഗ്നിഗ്ധാവസ്ഥയിലാകുമ്പോഴാണ് സത്യം പറയുന്നതിന് ഏറ്റവും ഘനവത്തായ അവസരം. ഇത് വിഷയമായി അള്ളാഹു നൽകുന്ന പാഠം ഇതാണ്: ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗല അസ്സൂർ വലാ യബശു അദാഉ ഇസാ മാ ദുഉ വലാ തക്തുമു ഷഹാദത വമൻ യക്തുംഹാ ഫഇന്നഹു ആസിമുൻ ഖൽബുഹു वला यजरिमन्नकुम शनानु कौमिन अला अल्लाह तादिलु വഇസാ ഖുൽതും ഫഅദിലു വലൗ കാന സാ ഖുർബാ കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ फरमाते हैं कि बुतों की परस्तिश വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു जिस पर വസ്സാദിഖീന വസ്സാദിഖാത് का भरोसा छोड़ देते വതവാസോ ബിൽ ഹഖ് झूठ बोलने से खुदा भी हाथ से जाता है വതവാസോ ബിസ്സബ്രി कि जब तुम ലാ യശ്ഹദൂന അസ്സൂറ तो जाने से इनकार मत करो, ബിംബാരാധനയെയും गवाही को मत छुपाओ और जो छुपाएगा വ്യാജോക്തിയെയും വർജിക്കുവിൻ. അതായത് കളവ് ഒരു തരം വിഗ്രഹമാകുന്നു. അതിനെ ആശ്രയിക്കുന്നവർ ദൈവാശ്രയത്തെ കൈവടിയേണ്ടി വരുന്നു. അപ്രകാരം തന്നെ അസത്യവചനം ഹേതുവായി അവരെ ദൈവവും വെടിയുന്നു. गवाही दो സാക്ഷികൾ സാക്ഷ്യമൊഴിക്കായി വിളിക്കപ്പെട്ടാൽ വിരോധം പറയരുത്. हमारी खुदा के लिए സത്യമായ സാക്ഷ്യത്തെ ഗോപനം ചെയ്യാതിരിക്കുവിൻ. അതിനെ ഏതൊരുവൻ മറച്ചുവെക്കുന്നുവോ അവന്റെ ഹൃദയം പാപമുള്ളതാകുന്നു. സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യവും ന്യായവുമായത് സംസാരിക്കുവിൻ. നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരായി പറയേണ്ടി വന്നാലും ശരി, നിങ്ങൾ സത്യത്തെയും ന്യായത്തെയും മുറുകെ പിടിച്ചുകൊള്ളുവിൻ. तुम्हें सच्ची गवाही से നിങ്ങളുടെ സാക്ഷ്യം ദൈവത്തിന് വേണ്ടിയായിരിക്കട്ടെ. സത്യം പറയുന്നത് മൂലം നിങ്ങൾക്ക് ജീവഹാനി വരികയോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉപദ്രവമേൽക്കുകയോ മക്കൾ തുടങ്ങിയ അടുത്ത ബന്ധുക്കൾക്ക് ദോഷം നേരിടുകയോ ചെയ്യുന്നതായാലും അസത്യം പറയരുത്. ഏതെങ്കിലും ജനതയുടെ വിരോധം നിങ്ങളെ സത്യവിരുദ്ധമായി പെരുമാറുന്നതിനെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ.
സത്യവാന്മാർക്കും സത്യവതികൾക്കും മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാണ്. അവർ സത്യത്തെയും സഹനത്തെയും കുറിച്ച് അന്യരെ ഉപദേശിക്കുന്നു. അവർ അസത്യവാന്മാരുടെ സമൂഹത്തിൽ പ്രവേശിക്കുന്നില്ല. മറ്റ് പല നിബന്ധനകളും രണ്ടാമത്തെ ഷർത്തിലുണ്ട്. പറയുന്നു, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. അതായത് ആ വിചാരം ഉണ്ടാകുവാൻ ഇടയുള്ള സന്ദർഭങ്ങളിൽ നിന്നും ആ പാപം സംഭവിച്ചേക്കുമെന്ന് ശങ്കയുള്ള വഴികളിൽ നിന്നും അകന്നിരിക്കുവിൻ. ഇന്നുള്ള TV പ്രോഗ്രാമുകളും ചില ചാനലുകളും ഇന്റർനെറ്റിലെ ചില പ്രോഗ്രാമുകളും എല്ലാം അതിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. സൃഷ്ടിക്കും ഒരു തരം വ്യഭിചാരമുണ്ട്. അതിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ തരം കാര്യങ്ങളിൽ നിന്നും വിട്ട് നിൽക്കേണ്ടതാണ്. പറയുന്നു, വ്യഭിചാരം ഘോരമായ അപരാധമാകുന്നു. അത് വഷളായ മാർഗവുമാകുന്നു. അതായത് അത് ലക്ഷ്യസ്ഥാനത്ത് നിന്നും അകറ്റിക്കളയുന്നതും അഭിലേഷിതമായ പൂർണ്ണതയ്ക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ അന്തിമ ലക്ഷ്യം എന്തായിരിക്കണം? അത് അള്ളാഹുവിന്റെ പ്രീതിയാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഇതിന് വ്യഭിചാരം വലിയ തടസ്സമായി മാറുന്നു. ഇതിലെ മറ്റു നിബന്ധനകളുണ്ട്. ഉദാഹരണമായി ദുർനോട്ടത്തെ സംബന്ധിച്ച് പറയുന്നു, മനുഷ്യപ്രകൃതിയുടെ തേട്ടങ്ങളും ബലഹീനതകളും മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ താഴെ പറയുന്ന പാഠം നൽകുന്നു. അത് എത്ര നല്ല മാർഗമാണ് സ്വീകരിച്ചത്. കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക സികാലഹും. സത്യവിശ്വാസികളായ പുരുഷന്മാരോട് നീ പറയുക, അവർ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും തങ്ങളുടെ സുഷിരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അവരുടെ ആത്മാക്കൾ പരിശുദ്ധമാകുന്നതിനുള്ള കർമ്മമാണിത്. ഫുറൂജ് എന്നതുകൊണ്ട് ഉദ്ദേശം ഗുഹ്യസ്ഥാനങ്ങൾ മാത്രമല്ല, പ്രത്യുത ചെവി തുടങ്ങിയ ഓരോ സുഷിരവും അതിൽപ്പെടും. അവയിൽ അന്യ സ്ത്രീകളുടെ സംഗീതവും മറ്റും കേൾക്കുന്നതും വിരോധിച്ചിരിക്കുന്നു. അല്ലാഹു തആല തടയുന്ന കാര്യങ്ങൾ അവസാനം എന്തായാലും മനുഷ്യനും തടയേണ്ടി വരുമെന്ന കാര്യം ആയിരക്കണക്കിന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥാപിതമായിട്ടുള്ളതാണെന്ന് ഓർക്കുക. ആ മഹാത്മാവ് തുടർന്ന് പറയുന്നു, നിബന്ധനകൾ പാലിക്കുക എന്നത് പുരുഷനും സ്ത്രീകൾക്കും ഒരുപോലെ ഇസ്ലാം നിർബന്ധമാക്കിയിരിക്കുന്നു. പർദ്ദ ധരിക്കുക എന്ന കൽപ്പന സ്ത്രീകൾക്കുള്ളതുപോലെ ദൃഷ്ടികൾ താഴോട്ടാക്കാൻ പുരുഷന്മാർക്കും കൽപ്പന നൽകി. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അനുവദനീയവും അല്ലാത്തതും തമ്മിലുള്ള വിവേചനം, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരിൽ സ്വന്തം ആചാരങ്ങളും നാട്ടുനടപ്പും ഉപേക്ഷിക്കൽ തുടങ്ങിയ നിയന്ത്രണങ്ങളെ കൊണ്ട് ഇസ്ലാമിന്റെ വാതിൽ അങ്ങേയറ്റം ഇടുങ്ങിയതാണ്. കാരണത്താലാണ് ഓരോരുത്തർക്കും ഈ വാതിലുകളിലൂടെ കടക്കാൻ സാധിക്കാത്തത്. പറയുന്നു, അവർ ആജ്ഞാലംഘനത്തിലും കുറ്റകൃത്യത്തിലും അതിരുകടക്കുകയും, മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്, ദൈവകൽപ്പനയെ ഇകഴ്ത്തുകയും അവരിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് അപമതിപ്പുണ്ടാവുകയും ദുനിയാവിലും അതിന്റെ അഴകിലും സൗന്ദര്യത്തിലും ലയിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു തആല അവരെയും ഇപ്രകാരം ഹലാക്കു ഖാൻ, ചെങ്കേസ് ഖാൻ തുടങ്ങിയവരെ കൊണ്ട് നശിപ്പിച്ചു. ആ സമയത്ത് ആകാശത്ത് നിന്ന് ഇങ്ങനെ അശരീരി കേട്ടിരുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. അയ്യുൽ കുഫാർ ഉഖ്തുലുൽ ഫുജാർ, നിഷേധികളെ, കുറ്റവാളികളെ കൊല്ലുക. ചുരുക്കത്തിൽ ആജ്ഞാലംഘകനും കുറ്റകൃത്യം ചെയ്യുന്നവരും ദൈവദൃഷ്ടിയിൽ അവിശ്വാസിയെക്കാളും നിന്ദിതനും വെറുക്കപ്പെട്ടവനുമാണ്. ഫസാദിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു, അള്ളാഹു സ്ഥാപിച്ച ജമാഅത്തിൽ അംഗങ്ങളായി എന്ന കാരണത്താൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയും ചെയ്തവരോട് നിങ്ങൾ വഴക്കും വക്കാണവും ഉണ്ടാക്കാതിരിക്കേണ്ടതാണ്. എന്നാൽ അവർക്ക് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കുക. തന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അവൻ നൽകിയ ഉൾക്കാഴ്ചയും ഈശ്വരജ്ഞാനവും അവർക്കും നൽകുന്നതിന് വേണ്ടി നിങ്ങൾ നല്ല മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നിങ്ങളുടെ പരിശുദ്ധമായ മാതൃകയും സദാചാരവും കൊണ്ട് തെളിയിച്ചു കാണിക്കുക. നിങ്ങളെ എപ്പോഴും സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. എല്ലാത്തരം കുഴപ്പങ്ങളിൽ നിന്നും അടിപിടി നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുക. ചീത്ത കേട്ടും സഹനം പാലിക്കുക. തിന്മക്കുള്ള മറുപടി നന്മ കൊണ്ട് നൽകുക. കുഴപ്പമുണ്ടാക്കാൻ ആരെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും മാറി നിൽക്കുന്നതാണ് ഉത്തമം. മൃദുവായി മറുപടി നൽകുക. ഈ ജമാഅത്തിലെ ഇന്ന വ്യക്തി ആരോടെങ്കിലുമായി വഴക്കിട്ടു എന്ന് ഞാൻ കേൾക്കുമ്പോൾ ആ മാർഗത്തെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ലോകത്ത് മാതൃകയായി തീരേണ്ട ജമാഅത്ത്
ഹൃദയഭക്തിയുള്ള വഴിയല്ലാത്ത അത്തരം വഴി സ്വീകരിക്കുന്നത് അള്ളാഹുവും ആഗ്രഹിക്കുന്നില്ല. ഈ ജമാഅത്തിലായിക്കൊണ്ട് ക്ഷമയോടും സഹനത്തോടും കൂടി പ്രവർത്തിക്കാത്തവൻ ഇതിൽപ്പെട്ടവനല്ലെന്ന് ഓർത്തുകൊള്ളട്ടെ എന്ന് അള്ളാഹു ശക്തമായി പറയുന്നുവെന്ന കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്നെ ചീത്ത പറയുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം രോഷവും ദേഷ്യവും നിങ്ങളിൽ ഉണ്ടാകുന്നത്. മസീമുവിനെ ചീത്ത പറയുന്നത് കൊണ്ടായിരിക്കാം ഈ ദേഷ്യം ഉണ്ടാകുന്നത്. അതിനാൽ ഇക്കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുക. നിങ്ങൾക്ക് ഇതിൽ തീരുമാനമുണ്ടാക്കാൻ സാധിക്കുകയില്ല. എന്റെ കാര്യം അള്ളാഹുവിന് വിടുക. നിങ്ങൾ ആ ചീത്തകൾ കേട്ടുകൊണ്ട് ക്ഷമയോടും സഹനത്തോടും കൂടി പ്രവർത്തിക്കുക. ഇതാണ് ഇന്ന് പാകിസ്ഥാനിലെ അഹമ്മദികളോട് പറയുന്നത്. ചീത്തയും അസഭ്യവും പറയുന്നതിൽ അവിടെ അതിരുകടന്നിരിക്കുകയാണ്. ഇതിന്റെ ഒരേ ഒരു പരിഹാര മാർഗം ദുആ ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലായി ദുആ ചെയ്യുക എന്നത് മാത്രം. ശരീരേച്ഛയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു. ബുദ്ധിയും വിവേകവും സാക്ഷി പറയുകയും ദൈവിക ഗ്രന്ഥങ്ങൾ അതിനോട് യോജിക്കുകയും ചെയ്യുന്ന കാര്യം വിശ്വസിക്കുക. ദൈവിക ഗ്രന്ഥങ്ങളിൽ വിഭാഗീയത ഉണ്ടാകുന്ന വിധത്തിൽ ദൈവത്തെ വിശ്വസിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, ദുർനോട്ടം നടത്തരുത്, എല്ലാതരം പാപങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും പരദ്രോഹങ്ങളിൽ നിന്നും വിശ്വാസവഞ്ചനയിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും രാജ്യദ്രോഹപരമായ മാർഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ശരീരേച്ഛക്ക് അടിപ്പെടരുത്. 5 നേര നമസ്കാരം അനുഷ്ഠിക്കുക. മനുഷ്യപ്രകൃതിയിൽ പരിവർത്തനം വരുന്നത് 5 അവസ്ഥയിൽ തന്നെയാണ്. ആദരണീയരായ നമ്മുടെ നബിയോട് നന്ദിയുള്ളവരായി മാറുക. ആ മഹാത്മാവിന് മേൽ സ്വലാത്ത് ചെല്ലുക. കാരണം ആ മഹാത്മാവ് തന്നെയാണ് ഇരുണ്ട യുഗത്തിന് ശേഷം പുതിയ രീതിയിൽ ദൈവത്തെ തിരിച്ചറിയാനുള്ള വഴി പഠിപ്പിച്ചു വന്നത്. മൂന്നാമത്തെ നിബന്ധന ഇതാണ്. അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും കൽപ്പനയനുസരിച്ച് 5 നേര നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതും സാധ്യമാകുന്നിടത്തോളം തഹജ്ജുദ് നമസ്കരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരിൽ സലാത്തും സലാമും ചൊല്ലുന്നതും ദിവസവും തന്റെ കുറ്റങ്ങൾക്കായി മാപ്പിരക്കുന്നതും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആണ്. അള്ളാഹുവിന്റെ ഔദാര്യങ്ങളെ ആത്മാർത്ഥമായ സ്നേഹവായ്പോടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവസ്മരണയും ദിക്റിലാഹിയും സ്തോത്രവും ഹംദും നിത്യശീലമാക്കുകയും ചെയ്യുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്റെ ജമാഅത്തിൽപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്ന അല്ലയോ ജനങ്ങളെ, ഭയഭക്തിയുടെ വഴിയിൽ ചലിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എന്റെ ജമാഅത്തിൽപ്പെട്ടവരായി ആകാശത്ത് ഗണിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 5 നേര നമസ്കാരങ്ങൾ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്നോണം ദൈവഭയത്തോടും മനസാന്നിധ്യത്തോടും കൂടി അനുഷ്ഠിക്കുവിൻ. നിങ്ങളുടെ നോമ്പുകളെ അള്ളാഹുവിന് വേണ്ടി സത്യഹൃദയത്തോടെ പൂർത്തിയാക്കുവിൻ. സക്കാത്ത് കൊടുക്കാൻ അർഹരായവർ സക്കാത്ത് കൊടുക്കുവിൻ. ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞിട്ടുള്ളവർ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഹജ്ജ് ചെയ്യുവിൻ. നന്മകൾ അതിനോട് ഇഷ്ടം തോന്നുമാറ് അനുവർത്തിക്കുകയും തിന്മകൾ അതിനോട് വെറുപ്പ് തോന്നും വിധം കൈവടിയുകയും ചെയ്യുവിൻ. ഭക്തിശൂന്യമായ ഒരു കർമ്മവും ദൈവത്തോളം എത്തുകയില്ലെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. എല്ലാ നന്മയുടെയും വേര് ഭയഭക്തിയാകുന്നു. ഏതൊരു കർമ്മത്തിൽ ഈ വേര് നഷ്ടപ്പെടുന്നില്ലയോ ആ കർമ്മവും നശിച്ചു പോകുന്നതല്ല. ആ മഹാത്മാവ് പറയുന്നു, നമസ്കാരം മുഖേന ആകാശം മനുഷ്യന്റെ മുമ്പിൽ കുനിയുന്നു. നമസ്കാരത്തിന്റെ കടമ നിറവേറ്റിയാൽ അള്ളാഹു നമ്മുടെ സമീപത്തേക്ക് വരുന്നു. നമസ്കാരത്തിനോടുള്ള കടമ നിറവേറ്റുന്നവൻ താൻ മരിച്ചുപോയിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇപ്രകാരം അവന്റെ ആത്മാവ് ഉരുകി ദൈവസവിധത്തിൽ വീഴുന്നു. ഏതൊരു വീട്ടിലാണോ ഇത്തരം നമസ്കാരമുള്ളത് അതൊരിക്കലും നശിക്കുകയില്ല. നൂഹിന്റെ കാലഘട്ടത്തിൽ നമസ്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ജനത നശിക്കുമായിരുന്നില്ല എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. ഹജ്ജും മനുഷ്യന് സ്വാഭാവികമാണ്, നോമ്പും സക്കാത്തും അതുപോലെ തന്നെയാണ്. എന്നാൽ നമസ്കാരം സ്വാഭാവികമല്ല. എല്ലാം ഒരു വർഷത്തിൽ ഓരോരോ പ്രാവശ്യമാണ് നടക്കുന്നത്. എന്നാൽ നമസ്കാരം നിത്യവും 5 തവണ അനുഷ്ഠിക്കണമെന്നാണ് കൽപ്പന. അതിനാൽ പൂർണ്ണമായി നമസ്കാരം അനുഷ്ഠിക്കാത്തിടത്തോളം അതിൽ നിന്ന് ലഭ്യമാകുന്ന അനുഗ്രഹവും ഉണ്ടാവുകയില്ല. ഈ ബയ്യത്ത് കൊണ്ടൊരു ഫലവും ലഭിക്കുകയുമില്ല. തഹജ്ജുദിനെ കുറിച്ച് പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് അവന്റെ വഴി കാണിച്ചു തരുന്നതിനായി രാത്രികാലങ്ങളിൽ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബിമാരും ഘട്ടം ഘട്ടമായിട്ടാണ് ശിക്ഷണം പ്രാപിച്ചത്. ആദ്യം അവരെന്തായിരുന്നു?
ഒരു കർഷകൻ വിതച്ച വിത്ത് പോലെയായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വെള്ളം കൊടുത്തു. ആ ദിവ്യാത്മാവ് അവർക്കായി പ്രാർത്ഥിച്ചു. വിത്ത് നല്ലതായിരുന്നു, മണ്ണ് വളക്കൂറുള്ളതും. വെള്ളം കോരി നനച്ചപ്പോൾ അതിൽ നല്ല ഫലമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടന്നതുപോലെ അവർ നടന്നു. അവർ രാവോ പകലോ പ്രതീക്ഷിച്ചിരിക്കാറുണ്ടായിരുന്നില്ല. നിങ്ങൾ സത്യഹൃദയത്തോടെ പശ്ചാത്താപിച്ചു മടങ്ങുക, തഹജ്ജുദിന് നിൽക്കുക, പ്രാർത്ഥനയിൽ മുഴുകുക, മനസ്സ് നേരെയാക്കി വെക്കുക, ബലഹീനതകളെല്ലാം അകറ്റുക. അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ആക്കി തീർക്കുക. സലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നു, മനുഷ്യൻ യഥാർത്ഥത്തിൽ അടിമയാണ്. ഉടമസ്ഥൻ നൽകുന്ന കൽപ്പന സ്വീകരിക്കുക എന്നതാണ് അടിമയുടെ ജോലി. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃപാവരം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മഹാത്മാവിന്റെ അടിമത്തം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ഇവിടെ ദാസർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അടിമ തന്നെയാണ്, സൃഷ്ടി എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായി തീരാൻ ആ മഹാത്മാവിന്റെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടതും ആ മഹാത്മാവിന്റെ ഒരു കൽപ്പനയും ധിക്കരിക്കാതിരിക്കേണ്ടതും സകല കൽപ്പനകളും പാലിക്കേണ്ടത് നിർബന്ധമാണ്. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിൽ നിന്നും ശക്തി തേടുമ്പോൾ, അതായത് പാപമോചനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അവന്റെ ദൗർബല്യം അകലുന്നതാണ്, പാപം ചെയ്യുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ നബിയും റസൂലും രക്ഷപ്പെട്ടതുപോലെ പാപികളായി തീർന്നിട്ടുള്ളവരാണെങ്കിൽ പാപത്തിന്റെ ദുഷ്ഫലങ്ങളിൽ നിന്നും ശിക്ഷയിൽ നിന്നും ഇസ്തിഗ്ഫാർ അവരെ രക്ഷിക്കുന്നു. അബദ്ധത്തിൽ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ശിക്ഷയിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ് ഇസ്തിഗ്ഫാർ മുഖേന. പ്രകാശം വരുമ്പോൾ അന്ധകാരം അവശേഷിക്കുകയില്ലല്ലോ. ഇസ്തിഗ്ഫാർ ചെയ്യാത്ത കുറ്റവാളികൾ, അതായത് അള്ളാഹുവിൽ നിന്നും ശക്തി തേടാത്തവർ, തങ്ങളുടെ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ബയ്യത്തിന്റെ 4-ാമത്തെ നിബന്ധന ഇതാണ്, ശാരീരിക ദുരാവേശങ്ങൾ കടിപ്പെട്ടുകൊണ്ട് ആർക്കും തന്നെ ദൈവ സൃഷ്ടികൾക്ക് പൊതുവായും മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും നാവുകൊണ്ടോ കൈകൊണ്ടോ മറ്റു പ്രകാരത്തിലോ അന്യായമായ യാതൊരു ക്ലേശം ഉണ്ടാക്കുന്നതല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സൽഗുണങ്ങളിൽ ഒന്നാമത്തേത് അഫ്വ് അഥവാ ക്ഷമാഗുണമാകുന്നു. അതായത് കുറ്റത്തെ ക്ഷമിച്ചു കൊടുക്കുന്ന സ്വഭാവം. ദ്രോഹം ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യുകയാകുന്നു. ആ കുറ്റത്തിന് അവനെ ന്യായവിധി കൊണ്ട് ശിക്ഷിക്കുകയോ തടവിൽ ഇടുവിപ്പിക്കുകയോ പിഴ ഇടുവിപ്പിക്കുകയോ അഥവാ സങ്കടക്കാരൻ താൻ തന്നെ അവനെ ശിക്ഷിക്കുകയോ ചെയ്യേണ്ടതാണ്. എന്നാൽ അവന് കുറ്റം ക്ഷമിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കുമെങ്കിൽ പ്രതിക്രിയക്കുള്ള അവകാശം ഉപേക്ഷിച്ച് അപ്രകാരം മാപ്പ് ചെയ്യുന്നത് പരമാർത്ഥത്തിൽ അവന് ചെയ്യുന്ന നന്മയായിരിക്കും. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠം ഇതാണ്, വൽ ഖാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. സന്ദർഭം നോക്കി ക്രോധത്തെ അടക്കുന്നവരും ജനങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കുന്നവരും നന്മ ചെയ്യുന്നവരുമാകുന്നു. ദോഷത്തിനുള്ള പ്രതിക്രിയ തത്തുല്യമായ ശിക്ഷയാകുന്നു. എന്നാൽ ഏതൊരു മാപ്പ് നൽകുകയും അതുവഴി നന്മ വരുത്തുകയും ചെയ്യുന്നുവോ, മാപ്പ് ചെയ്യേണ്ട ശരിയായ ഘട്ടത്തിൽ ക്ഷമിച്ചു കൊടുക്കുന്നുവോ, അവനു ദൈവത്തിന്റെ പക്കൽ അതിനുള്ള പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. വീണ്ടും പറയുന്നു, മനുഷ്യൻ ദുഷ്ടനാകരുത്, നാണം കെട്ട പ്രവർത്തികൾ ചെയ്യരുത്, സൃഷ്ടികളോട് ദുഷ്പെരുമാറ്റം കാണിക്കരുത്, സ്നേഹത്തോടും നന്മയോടും കൂടി പെരുമാറുക, സ്വാർത്ഥോദ്ദേശം കാരണം ആരോടും വിദ്വേഷം വെച്ച് പുലർത്തരുത്, കഠിന സ്വഭാവവും മൃദുല സ്വഭാവവും സന്ദർഭോചിതമായും അവസരത്തിനൊത്തും പ്രകടിപ്പിക്കുക. വിനയത്തെക്കുറിച്ച് പറയുന്നു, ദൈവശിക്ഷ ഇറങ്ങി പശ്ചാത്താപത്തിന്റെ വാതിൽ അടയ്ക്കുന്നതിനു മുമ്പേ മാനസാന്തരപ്പെടുവിൻ. മനുഷ്യനിർമ്മിതമായ നിയമത്തെ വല്ലാതെ ഭയക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തെ ഭയക്കാതിരിക്കാൻ എന്തു കാരണമാണുള്ളത്?
നാശം തലക്ക് മീതെ വന്നു പതിച്ചാൽ അതിന്റെ രുചി അനുഭവിച്ചറിയേണ്ടതായി തന്നെ വരും. ഓരോരുത്തരും തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ ശ്രമിക്കേണ്ടതാണ്. 5 നേര നമസ്കാരങ്ങളിലും കുനൂത്ത് കൂട്ടുക, അള്ളാഹുവിനെ ഉറപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിന്റെ അതൃപ്തിക്ക് കാരണമാകുന്ന സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിച്ച് പരിശുദ്ധമായ ഒരു മാറ്റമുണ്ടാക്കുകയും അതിൽ മുന്നോട്ട് പദമുന്നുകയും ദൈവഭക്തി കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതാണ് പശ്ചാത്താപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലും അള്ളാഹുവിന്റെ കരുണയുണ്ടാകുന്നു. സ്വഭാവങ്ങൾ ശുദ്ധീകരിച്ചെടുക്കുവിൻ, ദേഷ്യം ഉണ്ടാകരുത്, തലസ്ഥാനം വണക്കവും വിനയവും എടുക്കട്ടെ. സ്വഭാവങ്ങൾ നേരെയാക്കുന്നതോടൊപ്പം സ്വന്തം കഴിവനുസരിച്ച് ദാനധർമ്മങ്ങൾ കൊടുക്കുകയും ചെയ്യുക. അതായത് അവർ ദൈവപ്രീതിക്കായി അഗതികൾക്കും യതീമുകൾക്കും തടവുകാർക്കും ഭക്ഷണം കൊടുക്കുന്നു. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നതെന്നും അങ്ങേയറ്റം ഭയാനകമായ ആ നാളിനെ ഞങ്ങൾ ഭയപ്പെടുന്നുവെന്നും അവർ പറയുകയും ചെയ്യുന്നു. അള്ളാഹു നിങ്ങളോട് ഉദാരതയോടും അനുഗ്രഹത്തോടും പെരുമാറാൻ പ്രാർത്ഥനയെയും പശ്ചാത്താപത്തെയും പ്രയോജനപ്പെടുത്തുകയും ദാനധർമ്മങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. 5ാമത്തെ നിബന്ധന, സന്താപാവസരത്തിലും സന്തോഷവേളകളിലും സുഖത്തിലും കട്ടപ്പാടിലും അനുഗ്രഹലബ്ധിയിലും ആപൽഘട്ടത്തിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനോട് വിശ്വസ്തത പുലർത്തുകയും ദൈവഹിതത്തിൽ സംതൃപ്തനായിരിക്കുകയും ചെയ്യുന്നതാണ്. ദൈവമാർഗത്തിൽ എല്ലാവിധത്തിലുള്ള മാനഹാനിയും ക്ലേശവും ഭരിക്കുവാൻ സന്നദ്ധനായിരിക്കുന്നതാണ്. എന്തു തന്നെ വിപത്ത് നേരിട്ടാലും മുഖം തിരിച്ചു കളയാതെ മുമ്പോട്ട് കാൽവെക്കുന്നതാണ്. അള്ളാഹുമായുള്ള ബന്ധത്തിൽ നിന്ന് മുഖം തിരിക്കുകയില്ലാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യരിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രീതിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ആ ഉന്നത പദവി പ്രാപിച്ച മനുഷ്യൻ തന്റെ ജീവൻ വിൽക്കുകയും അള്ളാഹുവിന്റെ പ്രീതി വിലക്ക് വാങ്ങുകയും ചെയ്യുന്നു. ഇത്തരക്കാരുടെ മേലെയാണ് ദൈവകാരുണ്യമുള്ളത്. അള്ളാഹു പറയുന്നു, ഈ ആയത്ത് ഇവിടെ പറഞ്ഞിട്ടില്ല, എന്റെ വഴിയിലും എന്റെ പ്രീതിയുടെ വഴിയിലും ജീവൻ വിൽക്കുന്നവൻ സകല ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. ജീവൻ വകവെക്കാതെയുള്ള പ്രവർത്തനം കൊണ്ട് താൻ അള്ളാഹുവിന്റേതാണെന്ന അവസ്ഥക്കുള്ള തെളിവ് നൽകുന്നു. സൃഷ്ടാവിനെ അനുസരിക്കുന്നതിനും സൃഷ്ടികളെ സേവിക്കുന്നതിനുമായിട്ട് താൻ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിനെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ തന്റെ ജീവൻ ദൈവവഴിയിൽ ബലി കഴിക്കുന്നു, അതിനു പകരം അള്ളാഹുവിന്റെ സന്തോഷം വിലക്ക് വാങ്ങുന്നു. അത്തരക്കാരാണ് അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യത്തിന് പാത്രമായവർ. വീണ്ടും പറയുന്നു, അള്ളാഹുവിനോട് കൂറ് പുലർത്തുന്നതിനെ സംബന്ധിച്ച് സത്യവിശ്വാസി ആത്മാർത്ഥതയോടും കൂറ് പുലർത്തിക്കൊണ്ടും അവന്റേതായി മാറിയാൽ അള്ളാഹു അവന്റെ വലിയായി തീരുന്നു. ഓരോ സത്യവിശ്വാസിയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്നാൽ ഈമാന്റെ കെട്ടിടം ദ്രവിച്ചതാണെങ്കിൽ നിസ്സംശയം അപകടമാണ്. നാം ആരുടെയും മനസ്സിന്റെ അവസ്ഥ അറിയുന്നേയില്ല. പക്ഷെ അള്ളാഹുവിന്റേത് മാത്രമായി തീർന്നാൽ അള്ളാഹു അവനെ പ്രത്യേകം സംരക്ഷിക്കുന്നു. അവൻ എല്ലാവരുടെയും ദൈവമാണെന്നത് ഇത് ശരി തന്നെ. എന്നാൽ തന്നെത്താൻ പ്രത്യേകപ്പെടുത്തുന്നവന്റെ മേൽ പ്രത്യേകിച്ച് ദിവ്യ ജ്യോതിസ് പ്രകടിപ്പിക്കുന്നു. ആത്മാവ് തികച്ചും തവിടുപൊടിയായി സ്വന്തമായ ഒരു തരിയും ബാക്കിയാകാതിരിക്കുക എന്നതാണ് ദൈവത്തിന് വേണ്ടിയുള്ള പ്രത്യേകമാക്കൽ. അതുകൊണ്ടാണ് ബയ്യത്ത് ചെയ്തതിൽ ഒരിക്കലും അഹങ്കരിക്കരുതെന്ന് ഞാൻ എന്റെ ജമാഅത്തിനോട് ആവർത്തിച്ച് പറയുകയാണ്. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ പിന്നീട് കൈയുടെ മേൽ കൈവച്ചതുകൊണ്ട് എന്താണ് നേട്ടം? എന്നാൽ സത്യസന്ധമായിട്ട് ഏറ്റുപറയുന്നവന്റെ വലിയ വലിയ പാപങ്ങളും പൊറുക്കപ്പെടുന്നു, അവന് ഒരു നവജീവൻ ലഭിക്കുന്നു. 6ാമത്തെ നിബന്ധന, എല്ലാ തരത്തിലുള്ള ദുരാചാരങ്ങളിൽ നിന്നും ദുരാഗ്രഹങ്ങളിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറുന്നതും വിശുദ്ധ ഖുർആന്റെ എല്ലാ ആജ്ഞകൾക്കും പൂർണ്ണമായി വിധേയനായിരിക്കുന്നതും എല്ലാ വഴികളിലും ദൈവവചനങ്ങൾക്കും തിരുനബി വചനങ്ങൾക്കും അനുസൃതമായി ചരിക്കുന്നതുമാകുന്നു. ഇത് സംബന്ധമായി ആദ്യം ഞാൻ ഒരു ഹദീസ് കേൾപ്പിക്കാം. ഒരു ഹദീസിൽ വരുന്നു, ഹദ്റത്ത് അംർ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, വല്ലവനും എന്റെ സുന്നത്തുകളിൽ ഏതെങ്കിലും സുന്നത്തിനെ ജനങ്ങൾ അത് കണ്ട് നടപ്പിലാക്കുന്ന തരത്തിൽ സജീവമാക്കുകയാണെങ്കിൽ ആ സജീവമാക്കുന്നവനും അത് നടപ്പിലാക്കുന്നവർക്ക് കിട്ടുന്നതിന്റെ തത്തുല്യമായ പ്രതിഫലം കിട്ടുന്നതാണ്. അവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരികയുമില്ല.
വല്ലവനും ഏതെങ്കിലും അനാചാരം നിർമ്മിക്കുകയും ജനങ്ങൾ അത് സ്വായത്തമാക്കി നടപ്പിലാക്കുകയും ചെയ്താൽ അവനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പാപങ്ങളിൽ നിന്നും ഓഹരി ലഭിക്കുകയും ചെയ്യുന്നു. ആ അനാചാരങ്ങൾ ചെയ്യുന്നവരുടെ പാപങ്ങളിലും ഒട്ടും കുറവ് വരികയില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹുവിന്റെ സ്നേഹിതരായി തീരാൻ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക എന്ന ഒരു മാർഗമേയുള്ളൂ. നിങ്ങളെ അള്ളാഹുമായി ബന്ധപ്പെടുത്താൻ മറ്റൊരു മാർഗവുമില്ല. മനുഷ്യന്റെ അടിസ്ഥാന ഉദ്ദേശ്യം പങ്കാളിയില്ലാത്ത ഏകനായ ദൈവത്തെ അന്വേഷിക്കുക എന്നതായിരിക്കണം. ബഹുദൈവ വിശ്വാസത്തെയും അനാചാരത്തെയും വർജിക്കേണ്ടതാണ്. അനാചാരങ്ങൾക്ക് വിധേയനും ഇന്ദ്രിയാശകളെ പിൻപറ്റുന്നവനുമാകരുത്. ഞാൻ വീണ്ടും പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ സത്യമായ മാർഗം കൂടാതെ ഒരു പ്രകാരത്തിലും മനുഷ്യന് വിജയിക്കാൻ ഒക്കുകയില്ല. നമുക്കുള്ളത് ഒരേ ഒരു റസൂലും ആ റസൂലിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആനും മാത്രമാണ്. അദ്ദേഹത്തെ പിൻപറ്റുന്നതിലൂടെ നമുക്ക് ദൈവത്തെ പ്രാപിക്കാൻ കഴിയും. ഇക്കാലത്ത് ഫക്കീർമാർ കൊണ്ടുവന്നിരിക്കുന്ന മാർഗങ്ങളും സിംഹാസനരൂഢരുടെയും ഏതെങ്കിലും സിദ്ധന്റെ പീഠത്തിലിരിക്കുന്നവരുടെയും സൈഫൈകളും പ്രാർത്ഥനകളും ശുഭാശംസകളും ജപങ്ങളുമെല്ലാം മനുഷ്യനെ നേരായ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിനുള്ള ആയുധങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളത് വർജിക്കുക. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാത്തമുൽ അംബിയ എന്ന സീൽ പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് തങ്ങളുടേതായ മറ്റൊരു ശരീഅത്തുണ്ടാക്കി. നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളുക, വിശുദ്ധ ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെയും അനുസരിക്കുകയും നമസ്കാരം, നോമ്പ് തുടങ്ങിയ അത് സുന്നത്താക്കപ്പെട്ട മാർഗമാണ്. കൂടാതെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കാൻ മറ്റൊരു താക്കോലും ഇല്ല തന്നെ. ഈ മാർഗങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റേതെങ്കിലും മാർഗം കണ്ടുപിടിക്കുന്നവൻ മഠയനാണ്. അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടുള്ളതിനെ പിൻപറ്റാത്തവനും മറ്റ് സൃഷ്ടികളിലൂടെ അവനെ തിരഞ്ഞു നടക്കുന്നവനും പരാജിതനായി മരിക്കും. ഏഴാമത്തെ നിബന്ധന ഇതാണ്: അഹംഭാവം, മിഥ്യാഭിമാനം മുതലായവ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും വിനീതവും ലളിതവും സംസ്കാരപൂർണവും ശാന്തവും അനാഡംബരവുമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നതാണ്. അഹങ്കാരത്തെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, പുനരുത്ഥാന നാളിൽ ബഹുദൈവ വിശ്വാസത്തിന് ശേഷം ശിർക്കിന് ശേഷം അഹങ്കാരം പോലെ മറ്റൊരു നാശവും ഉണ്ടാകുകയില്ല. ഇരുലോകങ്ങളിലും മനുഷ്യനെ അപമാനിക്കുന്ന വിപത്താണിത്. അള്ളാഹുവിന്റെ കാരുണ്യം ഓരോ ഏകദൈവ വിശ്വാസിക്കും മുൻകരുതലാകുന്നു. അഹങ്കാരിക്കില്ല. അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുന്നു. അവരുടെ പാപങ്ങൾ അത് പുറത്തു കൊടുക്കുന്നു. എന്നാൽ അഹങ്കാരത്തെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ശൈത്താനും ഏകദൈവ വിശ്വാസിയാണെന്ന് വീമ്പിളക്കിയിരുന്നു. കാരണം അവന്റെ തലയിൽ അഹങ്കാരമുണ്ടായിരുന്നു. ദൈവദൃഷ്ടിയിൽ പ്രിയങ്കരനായ ആദമിനെ നിന്നാദൃഷ്ടിയോടെ അവൻ നോക്കുകയും വിമർശിക്കുകയും ചെയ്തപ്പോൾ അവൻ നശിപ്പിക്കപ്പെട്ടു. ശാപവളയം അവന്റെ കഴുത്തിൽ വീണു. ഒരു വ്യക്തി എന്നേക്കുമായി നശിപ്പിക്കപ്പെട്ട ആദ്യത്തെ പാപം അഹങ്കാരം തന്നെയായിരുന്നു. വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഏതെങ്കിലും ഭാഗത്ത് അഹങ്കാരമോ കപടനാട്യമോ പൊങ്ങച്ചമോ അലസതയോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. അല്പം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നുവെന്ന് കരുതി സ്വയം വഞ്ചിതരാകരുത്. വൈദ് ചെയ്തു മതി എന്ന് കരുതരുത്. കാരണം നിങ്ങളുടെ അസ്തിത്വത്തിൽ സമ്പൂർണമായ പരിവർത്തനം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും നിങ്ങളിൽ നിന്നും ഒരു മരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. മിസ്കീനുകളെ കുറിച്ച് ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹുവിനെ അന്വേഷിക്കണമെങ്കിൽ പാവപ്പെട്ടവരുടെ ഹൃദയത്തിനടുത്ത് അന്വേഷിക്കുവിൻ. അതുകൊണ്ടാണ് ദൈവദൂതന്മാർ ദരിദ്രരുടെ വസ്ത്രം ധരിച്ചത്. ഇപ്രകാരം തന്നെ വലിയ ജനവിഭാഗങ്ങളിൽ ആളുകൾ ചെറിയ ജനവിഭാഗങ്ങളിൽ ആളുകളെ പരിഹസിക്കരുത്. തന്റെ കുടുംബം നല്ലതാണെന്ന് ആരും പറയരുത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോൾ ഏത് ജാതിക്കാരനാണെന്ന് ഞാൻ ചോദിക്കുകയില്ല, നിങ്ങളുടെ കർമ്മം എന്തായിരുന്നു എന്നായിരിക്കും ഞാൻ ചോദിക്കുക. ഇപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളോട് പറഞ്ഞു, ഫാത്തിമ, അള്ളാഹു തആല ജാതിയെ കുറിച്ച് ചോദിക്കുകയില്ല. നീ എന്തെങ്കിലും ദുഷ്കർമ്മം ചെയ്താൽ നീ ദൈവദൂതന്റെ മകളാണല്ലോ എന്ന് കരുതി അള്ളാഹു മാപ്പാക്കുകയില്ല. അതുകൊണ്ട് നീ എപ്പോഴും നിന്റെ ജോലി നോക്കിക്കൊണ്ട് ചെയ്യുക. എട്ടാമത്തെ നിബന്ധന, ദീനിനെയും ദീനിന്റെ അന്തസ്സിനെയും
ഇസ്ലാമിന്റെ ക്ഷേമത്തെയും സ്വന്തം ജീവനേക്കാളും മുതലിനേക്കാളും മാനത്തെക്കാളും മക്കളെക്കാളും മറ്റു പ്രിയങ്കരമായതിനേക്കാളുമെല്ലാം കൂടുതൽ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാമിന്റെ ജീവനം നമ്മളിൽ നിന്നൊരു പ്രായശ്ചിത്തം ആവശ്യപ്പെടുന്നു. അതെന്താണ്? നമ്മുടെ അതേ മാർഗത്തിലുള്ള മരണം. ഈ മരണത്തിലാണ് ഇസ്ലാമിന്റെ ജീവനം, മുസ്ലിങ്ങളുടെ ജീവിതവും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സും നിലകൊള്ളുന്നതും. ഇതിനു തന്നെയാണ് മറ്റൊരു വാക്കിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിനെ ജീവിപ്പിക്കാനാണ് ഇപ്പോൾ അള്ളാഹു ഇച്ഛിക്കുന്നത്. ആ മഹാപദ്ധതി നടപ്പാക്കുന്നതിന് എല്ലാ വശങ്ങളിലൂടെയും ഫലപ്രദമായിട്ടുള്ള ഒരു മഹത്തായ പ്രവർത്തന സംവിധാനം അവന്റെ വകയായി സ്ഥാപിക്കേണ്ടത് എത്രയും ആവശ്യമാണ്. ഹക്കീമും ഖദീറുമായ ആ സർവശക്തൻ ഈ വിനീതനെ മനുഷ്യരാശിയുടെ ഉദ്ധാരണാർത്ഥം അയച്ചുകൊണ്ട് അപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നു. ലോകത്തെ ഇസ്ലാം വരുത്തുക എന്നതാണ് ആ മഹാത്മാവിന്റെ ലക്ഷ്യം. വിശ്വസിച്ച നാം ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. 9ാമത്തെ നിബന്ധന, അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളോടും ആത്മാർത്ഥമായ സഹാനുഭാവം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാഹു നൽകിയ കഴിവുകളും അനുഗ്രഹവും മുഖേന മനുഷ്യകുലത്തിന് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർമ്മിച്ചുകൊള്ളുക, അള്ളാഹു പുണ്യകർമ്മങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവന്റെ സൃഷ്ടികളോട് അനുകമ്പാപൂർവ്വം വർത്തിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ തിന്മയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിന്മ ചെയ്യാൻ ഊന്നിപ്പറയുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പ്രൗഢി അതിൽ നിന്നും പരിശുദ്ധനാണ്. സുബ്ഹാനഹു തആല ശാനഹു. ജ്ഞാനവുമായി ബന്ധം വെക്കുന്ന നിങ്ങൾ ഓർക്കുക, ഏത് മതത്തിൽപ്പെട്ടവരാരെങ്കിലും അവരോടെല്ലാം നിങ്ങൾ അനുകമ്പാപൂർവം വർത്തിക്കുക. വിവേചനം കൂടാതെ എല്ലാവർക്കും നന്മ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തടവുകാരായ വന്നവരിൽ അധികവും സത്യനിഷേധികൾ തന്നെയായിരുന്നു. ഇസ്ലാമിന്റെ സഹതാപം എങ്ങനെയുള്ളതായിരുന്നുവെന്ന് നിങ്ങൾ നോക്കുക. എന്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായ ധാർമ്മിക അധ്യാപനം ഇസ്ലാമിനല്ലാതെ മറ്റാർക്കും ലഭിച്ചിട്ടില്ല. തുടർന്ന് പറയുന്നു, ഇന്നയാളിൽ നിന്ന് ഇതുണ്ടായി, ഇന്നയാളിൽ നിന്നും അതുണ്ടായി എന്ന് നിത്യവും പറയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ ഈ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ ജമാഅത്തിനെ കാണുന്നത് 2 അടി വെക്കുമ്പോൾ 4 അടി വീഴുന്ന കുട്ടിയെപ്പോലെയാണ്. പക്ഷേ അള്ളാഹു ഈ ജമാഅത്തിനെ തികവുറ്റതാക്കുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നതിന് വേണ്ടി നിങ്ങളും പരിശ്രമിക്കുകയും യുക്തിയോടെ പ്രവർത്തിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം അവന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. അവന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അത് സകല വഴികളും തുറന്നു തരുന്നതാണ്. പറയുന്നു, അള്ളാഹുവിന്റെ ദാസനിൽ കരുണ ചെയ്യുക. നാവ് കൊണ്ടോ കൈകൊണ്ടോ മറ്റേതെങ്കിലും തന്ത്രം കൊണ്ടോ അക്രമം ചെയ്യരുത്. സൃഷ്ടികളുടെ ക്ഷേമത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അഹങ്കാരം ആരോടും കാണിക്കരുത്. നിങ്ങളുടെ കീഴിലുള്ളവരാണെങ്കിലും ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ മറുത്തു പറയരുത്. പാവപ്പെട്ടവരോടും സഹനശീലരോടും സതുദ്ദേശക്കാരോടും സൃഷ്ടികളോടും സഹതാപമുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ സ്വീകരിക്കപ്പെടാൻ വലിയവരായിക്കൊണ്ട് ചെറിയവരുടെ മേൽ കരുണ കാണിക്കുവിൻ. അവരെ നിന്ദിക്കരുത്. പണ്ഡിതരായിക്കൊണ്ട് അജ്ഞരെ ഉപദേശിക്കുവിൻ. പൊങ്ങച്ചം കൊണ്ട് അവരെ അവഹേളിക്കരുത്. സമ്പന്നരായിക്കൊണ്ട് ദരിദ്രരെ സേവിക്കുവിൻ. തൻ പ്രമാണിത്വം കൊണ്ട് അവരുടെ മേൽ അഹങ്കരിക്കരുത്. നാശത്തിന്റെ വഴികളെ ഭയപ്പെടുക. 10ാമത്തെ നിബന്ധന, ന്യായമായ കാര്യങ്ങളിൽ മഅറൂഫായ കാര്യങ്ങളിൽ അനുസരണം പുലർത്തുമെന്ന് സമ്മതിക്കുന്നതോടൊപ്പം കുടുംബ ബന്ധങ്ങളിലോ ഭൗതികമായ ഇതര ബന്ധങ്ങളിലോ സേവക ഭാവങ്ങളിലോ കാണപ്പെടാത്ത തരത്തിലുള്ള ഒരു സുദൃഢ സാഹോദര്യ ബന്ധം ഈ വിനീതനുമായി അള്ളാഹുവിന് വേണ്ടി പുലർത്തുന്നതും അത് മരണം വരെ നിലനിർത്തിപ്പോരുന്നതുമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ നബി ബുദ്ധിക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബുദ്ധി വിരോധിക്കുന്ന കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധമായ കാര്യങ്ങളെ അനുവദിക്കുന്നു, അവിശുദ്ധമായതിനെ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അമർത്തി ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത്തെ ജനങ്ങളുടെ തലയിൽ നിന്നും ഇറക്കി വെക്കുന്നു. അവരുടെ കഴുത്തുകളിൽ വീണ് കിടക്കുന്ന വളയങ്ങളിൽ നിന്നും ആ മഹാത്മാവ് അവർക്ക് മോചനം നൽകുന്നു. വളയം കാരണത്താൽ കഴുത്ത് നിവർത്താൻ അവർക്ക് പറ്റുമായിരുന്നില്ല. ആ മഹാത്മാവിൽ വിശ്വസിക്കുകയും തന്റെ പങ്കാളിത്തം കൊണ്ട് ആ മഹാത്മാവിന് ശക്തി പകരുകയും സഹായിക്കുകയും ആ മഹാത്മാവിനോടൊപ്പം ഇറക്കപ്പെട്ട പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നവർ ഇഹലോകത്തെയും
പരലോകത്തെയും ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോക്ഷം പ്രാപിക്കുന്നതാണ്. मानता मैं देख ഇത് ശരീഅത്ത് കൽപ്പനകളാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. ആ മഹാത്മാവ് പറയുന്നു, എന്നിലേക്ക് ഓടി വരേണ്ട സമയമാണിത്. ആരാണോ എന്നിലേക്ക് ഓടി വരുന്നത്, ഞാൻ അവനെ ജലപ്രളയത്തിന്റെ സമയത്ത് വഞ്ചിയിലിരിക്കുന്നവനോട് ഉപമിക്കുന്നു. जमाने के उस जमाने എന്നെ വിശ്വസിക്കാത്തവനെ ജലപ്രളയത്തിൽ यानी हजरत സ്വയമിട്ടവനെ പോലെ ഞാൻ കാണുന്നു. അവന്റെ പക്കൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നുമില്ല. സത്യവാനായ ശുപാർശകൻ ഞാനാണ്. അത് ആ മഹാനായ ശുപാർശകന്റെ തണലൊന്നു മാത്രമാണ്. ആ പുണ്യാത്മാവിന്റെ ഛായയെ, अब हमें അതായത് ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഛായയെ ഇക്കാലത്തെ അന്ധന്മാർ വിശ്വസിച്ചില്ല. सरसब शाखो അദ്ദേഹത്തെ ഒരുപാട് നിന്ദിക്കുകയും ചെയ്തു. जो तुम पर है मेरे सिलसिला बैत में दाखिल हो, വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, अपना माल इसराफ में फिदा कर रहे हो നമ്മെ ഉപദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, कि कौन അല്ലയോ എന്റെ ഉറ്റവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിത വൃക്ഷത്തിന്റെ പച്ചളിപ്പുള്ള ശാഖകളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ ബയ്യത്തിന്റെ പരമ്പരയിൽ പ്രവേശിച്ചിട്ടുള്ളവരെ, തങ്ങളുടെ ജീവിതവും സുഖസന്തോഷങ്ങളും മുതലും ഈ മാർഗത്തിൽ ബലിയിട്ടിട്ടുള്ളവരെ, എന്റെ സ്നേഹിതൻ ആരാണ്, എന്റെ ബന്ധുവാരാണ്, അത് എന്നെ തിരിച്ചറിയുന്നവൻ തന്നെ. എന്നെ ആരാണ് തിരിച്ചറിയുക? ഞാൻ അയക്കപ്പെട്ടവനാണെന്ന് എന്നിൽ ഉറച്ചു വിശ്വാസം പുലർത്തുന്നതാരോ അവൻ തന്നെ. പ്രേക്ഷിതരായിട്ടുള്ളവരെ കൈക്കൊള്ളുന്നത് പോലെ എന്നെ കൈക്കൊള്ളുന്നവരാരോ അവൻ തന്നെ. जो मुझे छोड़ता है ഈ ലോകത്തിന് എന്നെ കൈക്കൊള്ളാൻ സാധ്യമല്ല. എന്തെന്നാൽ ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. എന്നാൽ ആരുടെ പ്രകൃതത്തിൽ സ്വർഗലോകത്തിന്റെ അംശം നൽകപ്പെട്ടിട്ടുണ്ടോ मेरे हाथ में അവൻ എന്നെ കൈക്കൊള്ളുന്നു, शख्स मेरे पास आता കൈക്കൊള്ളുകയും ചെയ്യും. എന്നെ है से हिस्सा लेगा നിരാകരിക്കുന്നവൻ എന്നെ അയച്ചവനെ നിരാകരിക്കുന്നു. എന്നോട് ബന്ധം പുലർത്തുന്നവൻ ഞാൻ ആരിൽ നിന്ന് വന്നുവോ അവനുമായി ബന്ധം പുലർത്തുന്നു. എന്റെ കയ്യിൽ ഒരു വിളക്കുണ്ട്. എന്റെ അടുക്കൽ വരുന്നവന് നിശ്ചയമായും ആ വെളിച്ചത്തിൽ പങ്കുണ്ടാകും. എന്നാൽ സംശയവും ദുർഭാവനയും മൂലം ആർ ദൂരെ ഓടിപ്പോകുന്നുവോ അവൻ അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. ഈ കാലഘട്ടത്തിലെ അന്യാദിനപ്പെടാത്ത അജയ്യ ദുർഗമാകുന്നു ഞാൻ. എന്നിൽ പ്രവേശിക്കുന്നവനാരോ അവൻ കള്ളന്മാരിൽ നിന്നും ഹിംസ്ര ജന്തുക്കളിൽ നിന്നും രക്ഷപ്പെടും. എന്നാൽ എന്റെ കോട്ട മതിലുകളിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാരോ അവന്റെ മുമ്പിൽ ഏത് ഭാഗത്തും മരണം വന്നു നിൽക്കും. അവന്റെ ശവം പോലും രക്ഷയിലായിരിക്കുകയില്ല. എന്നിൽ പ്രവേശിക്കുന്നതാരാണ്? തിന്മയെ കൈവടിയുകയും നന്മയെ കൈവരിക്കുകയും ചെയ്യുന്നവരാരോ അവൻ തന്നെ. വളഞ്ഞ വഴി ഉപേക്ഷിക്കുകയും നേർവഴിയിൽ ചരിക്കുകയും ചെയ്യുന്നവനും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടുകയും അള്ളാഹുവിന്റെ അനുസരണമുള്ള ദാസനായി തീരുകയും ചെയ്യുന്നവരാരോ അവൻ തന്നെ. അപ്രകാരം ചെയ്യുന്നവൻ എന്നിലാകുന്നു, ഞാൻ അവനിലും തന്നെ. എന്നാൽ അള്ളാഹു പരിശുദ്ധാത്മാവിന്റെ തണലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമേ അപ്രകാരം ചെയ്യാൻ പ്രാപ്തനായി തീരുകയുള്ളൂ. അപ്പോൾ അള്ളാഹു അവന്റെ ആത്മാവിന്റെ നരകത്തിനകത്ത് തന്റെ പാദമൊന്നും അങ്ങനെ पाक करता है अपने അതിനകത്തൊരിക്കലും അഗ്നി ഉണ്ടായിട്ടില്ലെന്ന് തോന്നുമാറ് അത് തണുത്തു പോകുന്നു. അത് മനുഷ്യൻ തന്റെ उसमें कोई आग थी नहीं, तब वो तरक्की पर तरक्की करता है പരിശുദ്ധി കൈവരിക്കുമ്പോൾ कि खुदा ताला की रूह उसमें सुकून അവന്റെ और एक അന്തരാളങ്ങളിലുള്ള തീയെല്ലാം തന്നെ തണുത്തു പോകുന്നു. പറയുന്നു, അതോടെ अल्लाह ताला അവൻ ഉയർച്ചക്കുമേൽ ഉയർച്ച പ്രാപിക്കുമാറാകുന്നു. എത്രത്തോളം എന്നാൽ അള്ളാഹുവിന്റെ ആത്മാവ് അവനിൽ കുടികൊള്ളുമാറാകുന്നു. സവിശേഷമായ ഒരു തേജസ്സോടുകൂടി സർവലോക രക്ഷിതാവിന്റെ പ്രവാസം അവന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടുന്നു. അതായത് അള്ളാഹു അവന്റെ ഹൃദയം തന്റെ അർഷാക്കി മാറ്റുന്നു. അപ്പോൾ അവനിലെ ആ പഴയ മനുഷ്യൻ കത്തിക്കരിഞ്ഞു പോവുകയും നവവും പരിശുദ്ധവുമായ ഒരു മനുഷ്യൻ അവന് പ്രദാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവവും ഒരു പുതിയ ദൈവമായിട്ട് നവീനവും സവിശേഷമായ രീതിയിൽ അവനുമായി ബന്ധം സ്ഥാപിച്ചു തുടങ്ങുന്നു. അങ്ങനെ സ്വർഗീയ ജീവിതത്തിന്റെ बस आज के दिन हम വിശുദ്ധ സാധനോപാധികളും ഇതേ ലോകത്ത് തന്നെ അവന് സ്വായത്തമായി തീരുകയും ചെയ്യുന്നു. अपनी जिंदगियां गुजारने ചുരുക്കത്തിൽ ഈ അധ്യാപനങ്ങളും ആഗ്രഹങ്ങളുമാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും പ്രാവർത്തികമാക്കണം എന്ന് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥ ബയ്യത്ത് ചെയ്തവന്റെ സ്ഥാനമാണിത്. അതുകൊണ്ട് ഇന്നേ ദിവസം നാം നമ്മുടെ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. നാം ഈ നിബന്ധനകൾ അനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കുന്നുണ്ടോ? से बुलंद हो അള്ളാഹു തആല നമ്മുടെ ബലഹീനതകളും ന്യൂനതകളും മാപ്പാക്കട്ടെ, ദൂരീകരിക്കട്ടെ. നമ്മിൽ ഒരു പരിശുദ്ധ മാറ്റം വരുത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. के मकसद को നമ്മിൽ വല്ല നന്മയുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം മുമ്പത്തേക്കാൾ ഉയർത്തട്ടെ. അതിന്റെ സ്ഥാനം ഉയർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. पाकिस्तान के അങ്ങനെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെയ്ത ബയ്യത്തിന്റെ ലക്ഷ്യം
പൂർത്തിയാക്കുന്നവരായി നാം മാറട്ടെ. से भी पाकिस्तानी अहमदियों को मैं कहूंगा कि दुआ ചില നോട്ട്സുകൾ ഞാൻ വെച്ചിരുന്നു. दौर से ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്. ഇന്ന് പാകിസ്ഥാനിൽ മാർച്ച് 23 പാകിസ്ഥാൻ ദിനമായി അവിടെ ആചരിക്കുന്നു. ഇത് സംബന്ധമായി പാകിസ്ഥാനി അഹമ്മദികളോട് പറയാനുള്ളത്, को बचाने की ഏതൊരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ആ നാട് കടന്നു പോകുന്നത്, അത് വളരെ അപകടകരമാണ്. അള്ളാഹു തആല ആ നാടിനെ സംരക്ഷിക്കട്ടെ. അതിനായി നിങ്ങൾ ദുആ ചെയ്യുക. അഹമ്മദികൾക്കായിട്ടെങ്കിലും അതിനെ അള്ളാഹു സംരക്ഷിക്കട്ടെ. കാരണം ഈ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി അഹമ്മദികൾ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടും പറയുന്നത് മറ്റൊന്നാണ്. അഹമ്മദികൾ ഈ നാടിന്റെ നിർമ്മാണത്തിൽ എത്രമാത്രം പ്രവർത്തിച്ചു എന്ന കാര്യം ഞാൻ പറയുന്നതാണ്. उसने 1923 में लिखा ദൗറെ ജദീദ് എന്ന പത്രത്തിൽ कि पंजाब काउंसिल के तमाम मुसलमानों ने जो यकीनन मुसलमानों ने पंजाब के नुमाइंदे कहलाने का जायज हक रखते हैं 1923 उसकी कि पंजाब की तरफ से एक मुस्तनद സർ ജഫറുല്ലാ ഖാൻ സാഹിബിനെ കുറിച്ച് പറയുന്നു, तो आली जनाब चौधरी പഞ്ചാബ് മുസ്ലിങ്ങളുടെ യഥാർത്ഥ പ്രതിനിധികളായ പഞ്ചാബ് കൌൺസിലിൽ ഇംഗ്ലണ്ടിലേക്ക് മുസ്ലിങ്ങളുടെ ഒരു ആധികാരിക പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ अपना ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബിലേക്കാണ് എല്ലാ കണ്ണുകളും ചെന്നെത്തിയത്. और सियासीन इंग्लिस्तान के അങ്ങനെ ചൗധരി സാഹിബ് തന്റെ പണം ചെലവഴിച്ചുകൊണ്ട് मुसलमान ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ മുമ്പിലും काफी हद तक मुतासर हुए ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതാക്കളുടെ മുമ്പിലും വളരെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. പഞ്ചാബിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ പ്രവൃത്തിയെ പ്രകീർത്തിക്കുന്നത്, ഭരണകൂടം തന്നെ ഇതിൽ പ്രഭാവിതരാകുകയുണ്ടായി. ഈ യാഥാർത്ഥ്യങ്ങളെ പത്രലോകവുമായി ബന്ധമുള്ള ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ആരും തന്നെ ഇതിനെ നിഷേധിക്കുകയില്ല. मोहम्मद अली जौहर साहब हैं अपने अखबार हमदर्द मोरखा 26 सितंबर 1927 में സാഹിത്യകാരന്മാരിൽ പ്രമുഖനായ होगी कि जनाब मिर्जा बशीर മൗലാന മുഹമ്മദ് അലി ജൗഹർ സാഹിബ് उनकी തന്റെ പത്രമായ ഹംദർദിൽ इन सुतूर में ना करें जिन्होंने സെപ്റ്റംബർ 26, 1927 എഴുതുന്നു, മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദും അദ്ദേഹത്തിന്റെ സുസംഘടിത ജമാഅത്തിനെ കുറിച്ചും ഇവിടെ പരാമർശിക്കാതിരിക്കുക എന്നത് നന്ദികേടായി കരുതുന്നു. അവർ തങ്ങളുടെ എല്ലാ ശ്രദ്ധയും വിശ്വാസ വൈപരീത്യം बिलअमूम കണക്കിലെടുക്കാതെ എല്ലാ മുസ്ലിങ്ങളുടെയും നന്മക്കായി വഖഫ് ചെയ്യുകയുണ്ടായി. ഇസ്ലാമിന്റെ ഈ സുസംഘടിത ജമാഅത്തിന്റെ പ്രവർത്തന രീതി ഇസ്ലാമിന് വേണ്ടി പൊതുവായും ബിസ്മില്ലായുടെ ഗോപുരത്തിലിരുന്ന് ഇസ്ലാമിക സേവനമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പൊള്ളയായ വാദമുഖങ്ങൾ തട്ടിവിടുന്ന നേതാക്കന്മാർക്ക് പ്രത്യേകിച്ചും തീർച്ചയായും അടുത്ത ഭാവിയിൽ തന്നെ മാർഗദീപമായി തീരുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. तारीख पाकिस्तान में से മൗലവി മുഹമ്മദ് അലി ജൗഹർ സാഹിബ് ജമാഅത്തിന്റെ പ്രവർത്തനത്തെ പ്രശംസിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇതിനെ മുസ്ലിങ്ങളിൽ ഒരു കക്ഷിയായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാനിലെ ചരിത്രത്തിൽ നിന്നും അഹമ്മദികളുടെ പേര് പോലും എടുത്തു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രപരമായും അതേപോലെ തന്നെ നിയമപരമായി പൊതു മുസ്ലിങ്ങളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. के बारे में कि गोल मेज कॉन्फ्रेंस में हर हिंदू और मुसलमान സാഹിത്യകാരനായ ഖാജ ഹസൻ നിസാമി को माना और कहा कि मुसलमान സാഹിബ് വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് എഴുതുന്നു. വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരും ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബിന്റെ പാഠവത്തെ അംഗീകരിക്കുകയുണ്ടായി. और नए जमाने की पॉलिटिक्स पहुंची വ്യർത്ഥവും അനാവശ്യവുമായ കാര്യങ്ങൾ പറയാത്ത ഒരു വ്യക്തി മുസ്ലിങ്ങളിലുണ്ടെങ്കിൽ പുതുയുഗ രാഷ്ട്രീയത്തിന്റെ ഉൾവഴികളെ കുറിച്ച് അറിയുകയും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബാണെന്ന് പറയുകയും ചെയ്തു. മുനാദി എന്ന പത്രം 24 ഒക്ടോബർ 1934. कि गोल मेज कॉन्फ्रेंस के मुसलमान मंदूबीन में से सबसे ज्यादा कामयाब आगा खान और चौधरी ഡോക്ടർ ആഷിഖ് ഹുസൈൻ സാഹിബ് ബട്ടാലിബ് എഴുതുന്നു, ये भी एक किताब വട്ടമേശ സമ്മേളനത്തിലെ മുസ്ലിം ക്ഷണിതാക്കളിൽ ഏറ്റവും വിജയശ്രീലാളിതരായവർ ആഖാ ഖാനും ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബുമാണ്. ഇഖ്ബാൽ കെ ആഖിരി ദോ സാൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അക്കാദമി പാകിസ്ഥാൻ പ്രസിദ്ധീകരിച്ചത്. ने खुद सियासत में वापस आने के बारे में हिंदुस्तान वापस जाने के बारे में फरमाया कि मुझे अब ऐसा महसूस होने लगा മുഹമ്മദ് അലി ജിന്ന हिंदुस्तान की कोई मदद രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്നതിനെ കുറിച്ച് പറയുന്നു, हिंदुस्तान आ गए थे ना हिंदू जहनियत में कोई खुशगवार तब्दीली कर सकता ഇന്ത്യയെ ഇനി ഒരിക്കലും എനിക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ഇന്ത്യ വിട്ട് ഇംഗ്ലണ്ടിലേക്ക് ഇദ്ദേഹം തിരിച്ചുപോയിരുന്നു. ഹിന്ദു ചിന്താഗതികളിൽ ശോഭനമായ ഒരു മാറ്റം ഞാൻ കാണുന്നില്ല. മുസ്ലിങ്ങളുടെ കണ്ണു തുറപ്പിക്കാനും കഴിയുന്നില്ല. അവസാനം ലണ്ടനിൽ തന്നെ പോയി താമസിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. ने इनको वापस लाने की कोशिश की। उस खलीफत मसीह सानी
അന്ന് അഹമ്മദിയ ജമാഅത്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു മൗലാന അബ്ദുറഹീം ദർദ് സാഹിബ് ഇമാം മസ്ജിദ് ഫസൽ ലണ്ടന് മുഹമ്മദ് അലി ജിന്നയുടെ അടുത്തേക്ക് അയക്കുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ നിർബന്ധിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ അവകാശം നേടിക്കൊടുക്കാൻ അവർക്ക് വഴികാട്ടാൻ പറയുകയും ചെയ്തു. അവസാനം മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ സേവനം ചെയ്യുമെന്ന് സമ്മതിച്ചു. അദ്ദേഹം ഇങ്ങനെ സമ്മതിക്കുകയും ചെയ്തു. പറഞ്ഞു, ദ എലിക്വന്റ് പെർസുവേഷൻ ഓഫ് ദ ഇമാം ലെഫ്റ്റ് മീ നോ എസ്കേപ്പ്. ഇമാം മസ്ജിദ് ലണ്ടന്റെ അർത്ഥഗർഭമായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ഓടിപ്പോകാൻ എനിക്ക് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. मशहूर सहाफ़ी जनाब मोहम्मद शफी जो मीमशीन के नाम से मशहूर हैं, लिखते हैं कि ये मिस्टर लियाकत अली खान और मौलाना अब्दुर्रहीम दर्द इमाम लंदन ही थे. പ്രസിദ്ധ സാഹിത്യകാരൻ മുഹമ്മദ് ഷഫി സാഹിബ് പറയുന്നു, മിസ്റ്റർ ലിയാഖത്ത് അലി ഖാൻ, മൗലാന അബ്ദുറഹീം ദർദ്, ഇമാം ലണ്ടൻ എന്നിവരാണ് മിസ്റ്റർ മുഹമ്മദ് അലി ജിന്നയെ തന്റെ 1934 में ഉദ്ദേശങ്ങളെ മാറ്റുകയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകാനും പ്രേരിപ്പിച്ചത്. ഇതിന്റെ ഫലമായി 1934 മിസ്റ്റർ ജിന്ന ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും കേന്ദ്ര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പാകിസ്ഥാൻ ടൈംസ് 1981 സെപ്റ്റംബർ 11. जो अशद मुखालिफीन थे उन्होंने भी एक इतराफ किया. चुनाचे കൊടിയ എതിരാളികൾ പോലും ചിലത് അംഗീകരിക്കുകയുണ്ടായി. മജ്ലിസ് അഹ്റാർ മുസ്ലിം ലീഗും മിർസായികളും തമ്മിലുള്ള ബന്ധം എന്ന പേരുള്ള പുസ്തകം 1946 പ്രസിദ്ധീകരിച്ചു. അതിൽ എഴുതുകയുണ്ടായി, മിസ്റ്റർ ജിന്ന കോയിട്ടയിൽ പ്രസംഗിച്ചു. इसको सराहा. इसके बाद जब सेंट्रल മുസ്ലിം ലീഗിനെ പിന്താങ്ങുക എന്ന മിർസ മഹ്മൂദിന്റെ പോളിസിയെ പുകഴ്ത്തുകയും ചെയ്തു. ഇലക്ഷനിൽ മിർസായികൾ മുസ്ലിം ലീഗിന് मशहूर अहले हदीस आलिम വോട്ട് നൽകുകയും ചെയ്തു. पैगाम हिदायत और ताईद പ്രസിദ്ധ അഹ്ലെ ഹദീസ് പണ്ഡിതൻ മൗലവി മീർ ഇബ്രാഹിം സാഹിബ് സിയാൽകോട്ടി തന്റെ ഗ്രന്ഥമായ പൈഗാമെ ഹിദായത്തിൽ मुस्लिम लीग തായിദെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്നതിൽ എഴുതുന്നു, അഹമ്മദികൾ ഇസ്ലാമിക കൊടിക്കീഴിൽ വരിക എന്നത് തെളിയിക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ് മുസ്ലിങ്ങളുടെ പാർട്ടി എന്നാണ്. ഇതിൽ പറയുന്നത് അഹമ്മദികൾ മുസ്ലിങ്ങളാണെന്നാണ്. बाउंड्री कमीशन के सामने जो चौधरी फरुल्ला खान साहब की खिदमात हैं ബൗണ്ടറി കമ്മീഷൻ മുമ്പാകെ ചൌധരി സഫറുല്ല ഖാൻ സാഹിബിന്റെ സേവനത്തെ ഹമീദ് നിസാമി സാഹിബ് अल्फाज में लिखते हैं. നവായെ വക്തിന്റെ സ്ഥാപകൻ जमात के खिलाफ बहुत कुछ എഴുതുന്നു. उनकी पॉलिसी बदल गई. നവായെ വക്തി ഇപ്പോൾ ജമാഅത്തിനെതിരിലാണ് എഴുതുന്നത്. അവരുടെ പോളിസി എല്ലാം മാറിമറിഞ്ഞിട്ടുണ്ട്. ഭൗതിക നേട്ടങ്ങളാണ് അവരെല്ലാം ഇപ്പോൾ നോക്കുന്നത്. എന്തായിരുന്നാലും അതിന്റെ സ്ഥാപകനായിരുന്ന ഹമീദ് നിസാമി സാഹിബ് എഴുതുന്നു, അതിർത്തി നിർണായക സമിതിയുടെ യോഗം അവസാനിച്ചു. 4 ദിവസം ചൌധരി സഫറുല്ല ഖാൻ സാഹിബ് और निहायत माकूल बहस की कामयाब മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധേയമായ ചർച്ചകൾ ചെയ്യുകയുണ്ടായി. വിജയം നൽകുക എന്നത് അള്ളാഹുവിന്റെ കരങ്ങളിലാണുള്ളത്. എന്നാൽ ഏതൊരു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ സർ സഫറുല്ല ഖാൻ സാഹിബ് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ വേണ്ടും വിധം നീതിപൂർവമായ രീതിയിൽ അധികാരികളുടെ സമക്ഷം അവതരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് തീർച്ചയായും മുസ്ലിങ്ങൾക്ക് ആശ്വസിക്കാവുന്നതാണ്. ഈ കേസ് നേരിടാൻ സർ സഫറുല്ല ഖാൻ സാഹിബിനെ കുറഞ്ഞ സമയമേ കിട്ടിയിരുന്നുള്ളൂ. തന്റെ കഴിവും ആത്മാർത്ഥതയും കാരണം അദ്ദേഹം തന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി. പഞ്ചാബിലെ എല്ലാ മുസ്ലിങ്ങളും വിശ്വാസ വൈപരീത്യം നിലനിൽക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. जस्टिस मुनीर भी जज थे. അഹമ്മദിയത്തിനെതിരെ 1983 കുഴപ്പം നടന്നപ്പോൾ പാകിസ്ഥാനിൽ ജസ്റ്റിസ് മുനീർ കമ്മീഷന്റെ കോടതി മുമ്പാകെ വാദം കേട്ടപ്പോൾ അതിൽ പറഞ്ഞത് അഹമ്മദികൾക്കെതിരിൽ ശത്രുതാപരമായും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന് ബൗണ്ടറി കമ്മീഷന്റെ മുമ്പാകെ ഗുർദാസ്പൂർ ജില്ല ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കുവാനുള്ള കാരണം അഹമ്മദികൾ പ്രത്യേക രീതി അവലംബിച്ചത് കൊണ്ടാണ് എന്നാണ്. ചൌധരി സഫറുല്ല ഖാൻ സാഹിബിനെയാണ് മുഹമ്മദ് അലി ജിന്ന സാഹിബ് മുസ്ലിം ലീഗിന്റെ കേസ് വാദിക്കാനായി നിയമിച്ചിരുന്നത്. അദ്ദേഹം പ്രത്യേക രീതിയിൽ ഈ കേസ് സമർപ്പിക്കുകയുണ്ടായി എന്നതാണ് ആരോപണം. എന്നാൽ ഈ കോടതിയുടെ അധ്യക്ഷനായ ഞാൻ അന്ന് ബൗണ്ടറി കമ്മീഷന്റെ മെമ്പറായിരുന്നു. ഗുരുദാസ്പൂരിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ധീരമായ പ്രവർത്തനത്തെ
ഞാൻ ഇവിടെ സ്മരിക്കുന്നത് और जिस शख्स को എന്റെ കടമയായി മനസ്സിലാക്കുകയാണ്. वो शौक से इस रिकॉर्ड का मुआयना कर सकता है. സത്യം ഇതാണ്, ഈ കാര്യത്തിൽ ബൗണ്ടറി കമ്മീഷന്റെ രേഖകളിൽ നിന്നും നമുക്ക് സുവ്യക്തമാകുന്നതാണ്. इसके बाद ഇതിൽ താല്പര്യമുള്ളവർക്ക് ആ രേഖകൾ പരിശോധിക്കാവുന്നതാണ്. ചൗധരി സഫറുല്ല ഖാൻ സാഹിബ് മുസ്ലിങ്ങൾക്കായി നിസ്തുല സേവനമാണ് ചെയ്തത്. ഇതെല്ലാം ആയിരുന്നിട്ട് കൂടി ഈ അന്വേഷണത്തിനിടയിൽ കോടതി മുമ്പാകെ ഇതിനെക്കുറിച്ച് തൽപര കക്ഷികൾ ഏതൊരു രീതിയിലാണോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അത് തികച്ചും ലജ്ജാകരവും നന്ദികേടുമാണ്. ലജ്ജാകരവും നന്ദികേടുമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിന്റെ അവസ്ഥയും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാനികൾ നിങ്ങളുടെ നാടായ പാകിസ്ഥാന് വേണ്ടി ദുആ ചെയ്യുക. ഏതൊരു നാശത്തിലേക്കാണ് അത് പോകുന്നത് അതിൽ നിന്നും അള്ളാഹു ഇതിനെ രക്ഷിക്കുമാറാകട്ടെ, ഇതിനെ രക്ഷിക്കുമാറാകട്ടെ, ഇതിനെ രക്ഷിക്കുമാറാകട്ടെ, ഇതിനെ രക്ഷിക്കുമാറാകട്ടെ, ഇതിനെ രക്ഷിക്കുമാർ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. नजरें उठा के अपनी देखो जरा खुदारा के चांद और सूरज करते हैं क्या इशारा जिसके थे मुंतजिर वो शाहकार आ गया है वो गुलजार रश के गुलजार आ गया है जिसके थे मुंतजिर वो शाहकार आ गया है वो गुलजार रश के गुलजार आ गया है दीने मोहम्मदी का गमख्वार आ गया है।